ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് മപ്പാസാണ്. സൗത്ത് കേരളൻ്റെ സ്പെഷ്യലായ ഒരു സാധനമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം. അതേ കൊക്കനട്ട് ഓയിൽ ഒഴിക്കണം, കറിവേപ്പില ഇടാം, ഇതിലേക്ക് ഉള്ളി ഇടാം, ഇതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇടണം. എനിക്കെന്തായാലും വിട്ടുപോയി, അപ്പോൾ അത് ഇടാം. ഇത് ഗ്രീൻ ചില്ലി ഇടാം, ഗ്രീൻ ചില്ലി. ഉള്ളി ബ്രൗൺ ആയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇടാം. ലെമൺ ഇടാം, ലെമൺ മിക്സാക്കാം. കഴുകി വെച്ച താറാവ് ഇതിലേക്ക് ഇടാം, ഉപ്പും കൂടി ഇടാം. വെള്ളം ഒഴിക്കരുത്, വെള്ളം താറാവിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വരും. വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിലേക്ക് നമുക്കിതിലൊന്ന് കൊക്കനട്ട് ഒഴിക്കാം, കടുക് ഇടാം, അതിലേക്ക് ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടാം, അതിലേക്ക് 1 സ്പൂണ് കാശ്മീർ ചില്ലിയും കൂടി ഇടാം. ഒന്നത് മിക്സാക്കി എടുക്കാം. താളിച്ച സാധനം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ താറാവ് മപ്പാസ് റെഡി ആയിട്ടോ. ഇന്നുണ്ടാക്കിയ താറാവ് മപ്പാസിനെ കുറിച്ച് നമുക്കൊന്ന് ഉസ്താദ് ചോദിക്കാം. ഇന്നലെ ഉസ്താദും കുറച്ച് സുഹൃത്തുക്കളാണ് കഴിച്ചത്. ഉസ്താദ് ഇന്നലെ കഴിച്ച താറാവിനെ കുറിച്ച് എന്ത്? താറാവ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ഉണ്ടായിരുന്നു. തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട അടിപൊളി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ.